നമസ്കാരം. BJP ഇന്ത്യയുടെ 90% ഭാഗങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് എതിരാളികളെ രാഷ്ട്രീയമായും അല്ലാതെയും ഒതുക്കി ഭരണത്തിലേക്ക് എത്തുകയാണ് BJP. രാഷ്ട്രീയമായും അല്ലാതെയും എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ED ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് ഭരണതന്ത്രങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളെ ഒതുക്കി വരികയാണ്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലുമൊക്കെ ഇത് നമ്മൾ കണ്ടതാണ്. പശ്ചിമ ബംഗാൾ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിരുന്നു. ആ ഒരു സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. പശ്ചിമ ബംഗാളിൽ ഭരണം പിടിക്കുക എന്നുള്ള അസാധ്യമായിരുന്ന കാര്യം സാധ്യമാക്കിയിരിക്കുകയാണ് BJP. തുടർന്ന് അവിടെ സംഭവിച്ചത് രാഷ്ട്രീയ കയ്യാങ്കളിയാണ്. 80 സീറ്റുകൾ ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്. അതിൽ 63 MLA-മാർ ഇപ്പോൾ വിമതരാണ്. വിമതർ എന്ന് പറഞ്ഞാൽ അവർ BJPയെ പിന്താങ്ങുന്നതാണ്. 28 MP-മാരുണ്ട് അവർക്ക്. അതിൽ 21ഓളം പേർ ഇപ്പോൾ വിമതരാണ്. ദിവസേന എന്നോണം വിമതരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. എന്ന് പറഞ്ഞാൽ BJPയിലേക്കുള്ള MLA-മാരുടെയും MP-മാരുടെയും ഒഴുക്ക് തുടരുകയാണ്. വിമതപക്ഷമായി നിൽക്കുന്നു എങ്കിലും അവർ BJPയെ പിന്താങ്ങുന്നു എന്നുള്ളത് സത്യമാണ്. ബീഹാറിൽ കണ്ടത് എന്താണ്? ബീഹാറിൽ നിതീഷ് കുമാറിനെ മാറ്റി BJP ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി BJPയുടെ ലക്ഷ്യങ്ങളിൽ കേരളത്തിൽ ഇപ്പോൾ 3 MLA-മാരായി, 1 MP-യായി. വരും കാലങ്ങളിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. പിടിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശവും. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെത്. ഇപ്പോൾ BJP കേരളത്തിൽ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. അടുത്തു വരുന്ന ഇലക്ഷനിൽ പ്രതിപക്ഷ നേതൃത്വത്തിലേക്ക് എത്തുക, തുടർന്ന് ഭരണത്തിലേക്ക് എത്തുക എന്നിങ്ങനെയുള്ള അജണ്ടകളാണ് കേരളത്തിൽ BJP വച്ചു പുലർത്തുന്നത്. CPM തന്നെ പൂർണ്ണമായി സമ്മതിച്ചു കഴിഞ്ഞു തങ്ങളുടെ അണികളുടെ ഒഴുക്ക് BJPയിലേക്കാണ്. അടുത്തോ തമിഴ്നാട്. അവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ BJPയുടെ പ്രധാന അജണ്ട പഞ്ചാബാണ്. ഡൽഹിയിൽ നിന്ന് അവരുടെ ചിഹ്നമായ ചൂലുകൊണ്ട് തന്നെ തൂത്തുവാരി പുറത്തിറങ്ങിയ ആം ആദ്മി, അതിന് വേരോട്ടമുള്ള ഒരേ ഒരു സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിൽ ഭരണം പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് BJPയുടെ മുന്നോട്ടുള്ള നീക്കം. പഞ്ചാബിൽ വരുന്ന ഫെബ്രുവരിയിൽ 2027 ഫെബ്രുവരിയിലാണ് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. എന്നാൽ നേരത്തെ നിയമസഭ പിരിച്ചുവിട്ട് വരുന്ന നവംബറിൽ തന്നെ ഇലക്ഷൻ നടത്താനാണ് ഭരണകക്ഷിയായ ആം ആദ്മിയുടെ തീരുമാനം. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി നേടിയത് മിന്നുന്ന വിജയമാണ്. അതിന്റെ തുടർച്ചയായി നേരത്തെ നിയമസഭ പിരിച്ചുവിട്ട് ഭരണം പിടിക്കാം എന്ന് തന്നെയാണ് ആം ആദ്മിയുടെ നോട്ടം. ആം ആദ്മിക്ക് പഞ്ചാബിൽ മാത്രമാണ് ഇപ്പോൾ വേരോട്ടമുള്ളത്. അതുകൂടി തകരാതിരിക്കാനുള്ള മുൻകരുതൽ നീക്കമായി ആം ആദ്മി മുന്നോട്ട് പോകും. നിയമസഭ നേരത്തെ പിരിച്ചുവിട്ട് നവംബറിൽ ഇലക്ഷൻ നടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഭറ്റിൻഡയിൽ നടന്ന പൊതുസമ്മേളന റാലിയിൽ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ഭഗവന്ത് മാൻ തന്നെ തുടരും എന്ന് അരവിന്ദ് കെജ്രിവാൾ സംശയത്തിനതീതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 നടന്ന നിയമസഭാ ഇലക്ഷനിൽ പഞ്ചാബിൽ ആം ആദ്മിയെ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻനിരയിൽ നിന്ന ആളുകളാണ് രാഘവ് ചദ്ദയും സന്ദീപ് പാഠകും. ഇപ്പോൾ രാഘവ് ചദ്ദയും സന്ദീപ് പാഠകും BJPയിലാണ്. ഒപ്പം ആം ആദ്മിയുടെ 10 രാജ്യസഭാംഗങ്ങളിൽ 7 പേരും ഇപ്പോൾ BJPക്കാരാണ്. 2 MLA-മാർ മാത്രമാണ് പഞ്ചാബിൽ BJPക്കുള്ളത്. എന്നാൽ ഒരു പിളർപ്പുണ്ടാക്കി ഭരണം പിടിക്കാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞു. പക്ഷേ അത് ചീറ്റിപ്പോയ സാഹചര്യം പഞ്ചാബിലുണ്ടായി. ബീഹാറും പശ്ചിമ ബംഗാളും പിടിക്കുന്നതിന് തന്ത്രങ്ങളുടെ ആശാനായ അമിത്ഷാ നേരിട്ടെത്തി അതാത് സംസ്ഥാനങ്ങളിൽ താമസിച്ച് ചരട് വലിക്കുകയായിരുന്നു. അത് വിജയം കണ്ട സ്ഥിതിക്ക് പഞ്ചാബിലും അമിത്ഷാ തന്നെ നേരിട്ടെത്തി തന്ത്രങ്ങൾ മെനയാനാണ് സാധ്യത. 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ BJPക്ക് ലഭിച്ചത് വെറും 6.5% വോട്ടുകളാണ്. എന്നാൽ 2024 നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ അത് 18.5% വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. എന്നാൽ പാർലമെന്റിലേക്ക് സീറ്റുകളൊന്നും ലഭിച്ചില്ല എന്നുള്ളത് ഓർക്കണം.
ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ തേരോട്ടമായിരുന്നു പഞ്ചാബിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ വേഗം നിയമസഭ പിരിച്ചുവിടാനുള്ള ആലോചനകൾ ആം ആദ്മി തുടരുന്നത്. ഇനിയോ കോൺഗ്രസിന്റെ അവസ്ഥ. ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രധാന സംസ്ഥാനങ്ങളിലൊന്ന് പഞ്ചാബ് തന്നെയായിരുന്നു. ഒരു കാരണവശാലും കോൺഗ്രസിന് കൈവിടാത്ത സംസ്ഥാനം. അത് തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വാശി. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തുന്നുമുണ്ട്. സാഹചര്യം വിലയിരുത്തി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കവുമായി ഹൈക്കമാൻഡും മുന്നിലുണ്ട്. ഇതിൽ ആരുടെ ഭാഗത്ത് വിജയം എത്തിച്ചേരുമെന്നുള്ളതാണ് രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്നത്. പഞ്ചാബിൽ കൂടി അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആം ആദ്മി എന്ന പാർട്ടി ഇന്ത്യയിൽ തന്നെ നാമാവിശേഷമായി പോകും. കോൺഗ്രസിന് പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയാണ് പഞ്ചാബ്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് നോട്ടമിട്ട് വെച്ചിരിക്കുന്ന പഞ്ചാബ് അവിടെ ജയിക്കേണ്ടത് BJPക്ക് അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.